ഹേ ഗൈസ്, ഒരു വർഷം ഒരു 100 പുസ്തകങ്ങൾ വരെ വായിച്ചിരുന്ന ചില സമയങ്ങളുണ്ടായിരുന്നു. വായിക്കുക മാത്രമല്ല, അതിന് ചില നോട്ട്സ് എഴുതിയും അതേപോലെ ഇയർ എൻഡൊക്കെ ആകുമ്പോൾ ആ വർഷം വായിച്ച മുഴുവൻ പുസ്തകങ്ങളെ പറ്റിയും അതിനെ റേറ്റ് ചെയ്തിട്ടും എൻ്റെ വായനയെ സംബന്ധിച്ചുള്ള അനുഭവങ്ങളൊക്കെ എഴുതിയായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അവിടുന്ന് വന്ന് ഞാൻ ഈ വർഷം ആകെ വായിച്ചത് എനിക്ക് തോന്നുന്നു 10-11 പുസ്തകം മാത്രമാണ്. കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് ഒന്നും വായിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കും, ഒരു 10-20 പേജ് വായിച്ച് പിന്നെ അങ്ങ് ഡിസ്ട്രാക്റ്റഡ് ആയി പോകും, പിന്നെ അങ്ങ് പോകും പരിപാടികളൊക്കെ. അപ്പം റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി സംസാരിക്കാൻ ഞാനൊന്നും ആരുമല്ല. എന്നാൽ എനിക്ക് എൻ്റെ ലൈഫിൽ റീഡിങ് കൊണ്ട് വന്നിട്ടുള്ള 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ, വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലുള്ള വൊക്കാബുലറി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. മലയാളം മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് കിട്ടുന്ന സമയത്ത് അതിനെപ്പറ്റി കുറച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള, ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്കൊക്കെ ഒന്ന് അറിയാൻ പറ്റും. റീഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സാഹിത്യവും കഥയും കവിതയും ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകളുണ്ടാവും. ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ റീഡിങ്ങിലേക്ക് നമുക്ക് നമ്മുടെ റീഡിങ്ങിനെ ഇങ്ങനെ തലതിരിച്ച് വിടാം. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു പതുക്കെ നിന്ന് പോയിട്ടുള്ള എൻ്റെ റീഡിങ് ഹാബിറ്റ് ചെറുതായിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന്. 2-3 ദിവസമായിട്ട് ഞാനിത് ട്രയൽ ചെയ്യുന്നുണ്ടായിരുന്നു, ലൈക്ക് വായിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വായിക്കുന്നത് രജത് ആർ എന്ന എഴുത്തുകാരൻ്റെ ബോഡി ലാബ് എന്ന് പറഞ്ഞ മലയാളം നോവലാണിത്. DC ബുക്സ് ആണ്. ഭയങ്കര ഒരുവിധം ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് മലയാള സാഹിത്യത്തിൽ. അപ്പോൾ എനിക്കെന്ന് പറയാനുള്ളത്, വായന ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ലൈക്ക് എനിക്ക് വായിച്ചാൽ കൊള്ളാം എന്ന് സിൻസിയറായിട്ടുള്ളിൽ ആഗ്രഹമുള്ള ആളുകളുണ്ട്. അപ്പം അവർക്ക് സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ തുടങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടില്ലേ, പിന്നെ ഇങ്ങനെ കുത്തിയിരിക്കാൻ, പുസ്തകത്തിന് മുമ്പിൽ കുത്തിയിരിക്കാനുള്ളൊരു മടിക്ക് കൊണ്ട് ഇങ്ങനെ നീട്ടി വെച്ച് ഓൺലൈനിലൊക്കെ വരുന്ന 1-2 പേജസൊക്കെ വായിച്ച് ആ റീഡിങ് ഹാബിറ്റിനെ അങ്ങ് സപ്രസ് ചെയ്ത് വെക്കുന്ന ഒത്തിരി പേര്. അപ്പം നിങ്ങളെന്നാൽ നിങ്ങൾക്ക് സിൻസിയറായിട്ടും വായിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ പുറത്തേക്ക് പോവുക. ഇപ്പോൾ ഉച്ചയായിട്ടില്ല, ഉച്ചയാവുന്നേ ഉള്ളൂ. പുറത്തേക്ക് പോവാം. അറ്റ്ലീസ്റ്റ് ഗൂഗിളിൽ ഇത് നോക്കുക, ഇൻസ്റ്റാഗ്രാമിൽ നോക്കുക, ഏതെങ്കിലും 1-2 ബുക്സ് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ ചൂസ് ചെയ്യുക, റീഡിങ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ തുടക്കക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്ന പുസ്തകങ്ങളെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റെഫർ ചെയ്തോ കുഴപ്പമൊന്നുമില്ല. ഇനി എൻ്റെ വീഡിയോ തന്നെ കാണണമെന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ബുക്സ് ഫോർ ബിഗിനേഴ്സ് മലയാളം ബുക്സ് ഫോർ ബിഗിനേഴ്സ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ്. അതിൽ ഏതെങ്കിലും 1-2 പുസ്തകങ്ങൾ വാങ്ങുക, വായിച്ച് തുടങ്ങാം കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ സജസ്റ്റ് ചെയ്യുന്ന 1-2 പുസ്തകങ്ങൾ, ഒന്ന് N. മോഹനൻ്റെ ഒരിക്കൽ എന്ന് പറഞ്ഞ പുസ്തകം തുടക്കക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ അഖിൽ പി ധർമ്മജൻ്റെ പുസ്തകങ്ങളെല്ലാം തുടക്കക്കാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ചലഞ്ച്, Day 3 ചലഞ്ച് എന്ന് പറയുന്നത് റീഡ് എ ബുക്ക് എന്നാണ് കേട്ടോ. നമുക്കിനി ഓൾമോസ്റ്റ് 27 ഡേയ്സ് ഉണ്ട്. ഒരു 3 ആഴ്ചയൊക്കെ ഒരു പുസ്തകം വായിച്ച് തീർക്കാൻ ഇനഫ് ആൻഡ് മോർ ആണ്. സോ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.